ഓക്കെ, സമദ് സാർ, സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടി. ശ്രീ സുരേന്ദ്രൻ ഇതിനപ്പുറം ഇനിയിപ്പോൾ അദ്ദേഹം വേറെ എന്താണ് പറയുക എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയണമെന്നും ആളല്ല. അദ്ദേഹം നമ്മുടെ ചങ്ങാതി വിഷ്ണുവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും, ഞാനും അദ്ദേഹം കൂടി മുമ്പ് ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയെ സംബന്ധിച്ച് പറഞ്ഞത് ഇപ്പോഴും പല ചങ്ങാതിമാരും ഇപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് പറയും. അവിടെ ആ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത വിഷ്ണു ഉൾപ്പെടെ, ഇപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെ ഈ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ അതിൽ വ്യക്തമായി പറയും. ലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ശ്രീ സുരേന്ദ്രന് മറുപടി പറയാം. ലാൽ പറഞ്ഞതിൽ നമ്മൾ അതൊരു വിശാലമായ അർത്ഥത്തിൽ ഒരു വലിയ ഫ്രെയിമിൽ അത് തുടർ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതൊരു സന്ദർഭം, ഇതൊരു നിമിത്തമായി മാറി എന്നുള്ളതേ ഉള്ളൂ. ലാൽ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അതിൽ കേരളം ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന കാലത്ത് നമ്മുടെ പ്രതീക്ഷിത ആയുസ് എന്നുള്ളത് അന്ന് 57 58 ഒക്കെ ആയിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മളിന്ന് എത്തപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് 80 വയസ്സ് വരെയൊക്കെ എത്തിയിട്ടുള്ളൊരു കാര്യം. അതിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് 2 വയസ്സ് കൂടുതൽ, അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 10 വയസ്സ് കൂടുതലായി ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. പൊതുജനാരോഗ്യ രംഗം എന്നുള്ളത് അതിനകത്ത് വാസ്തവത്തിൽ അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം, ഡോക്ടർമാർ മാത്രമല്ല. അതിൽ ഒരു മിനിറ്റോട് ഞാനത് നിർത്താം. എന്താണെന്നറിയോ, നമ്മൾ ആരോഗ്യ രംഗത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട ആളുകൾ തന്നെയാണ്. അതിൽ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഈ കാര്യത്തിൽ. നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. സോറി ടു ഇങ്ങനെ അത് പറയാം, ലാലത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഡോക്ടർമാർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പാരാമെഡിക്കൽ സ്റ്റാഫിനും അതുപോലെ തന്നെ ആശുപത്രികൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുമോ? ലാൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഭക്ഷണക്രമത്തിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടടക്കം അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ആശുപത്രികളുടെ എണ്ണം കൂടുക എന്നുള്ളതല്ല ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമായി കാണേണ്ടത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ സോറി ടു സേ പലപ്പോഴും സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ളത് ആദ്യം ഇതെല്ലാം തന്നെ ഏത് ഗവൺമെൻറ് കേരളത്തിൽ ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയായിരുന്നാലും ശരി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഞാൻ ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം എന്നുള്ളത് പലപ്പോഴും ഇതിങ്ങനെ പൊതിഞ്ഞ വർണ്ണാഭമായി അതിനകത്ത് ഈ നമ്മൾ ഫ്രീ എന്നെഴുതിയിട്ട് നത്തിങ് എന്ന് ചുരുക്കത്തിൽ എഴുതി ചെറിയ ലിപിയിൽ എഴുതുന്നത് പോലെ ഇത് പലതും ആദ്യം ഇങ്ങനെ വരുമ്പോൾ 80% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേത്, 20% നിങ്ങളുടേത്. അടുത്ത പിന്നെ വരുമ്പോൾ ഇത് 60-40 ആകുന്നു, പിന്നീട് ഇത് 40-60 ആകുന്നു, പിന്നീട് 20-80 ആകുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റേതായിട്ടുള്ള എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് മുതൽ മറ്റ് നിരവധി കാര്യങ്ങൾ ഇത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പലപ്പോഴും ഒരു ഭാരമായി മാറുന്ന നിലയിലേക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അതിലാണ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഉന്നയിച്ചിട്ടുള്ള നിരവധി വിഷയങ്ങളെന്നുള്ളത് അതൊരു വിശാലമായ അർത്ഥത്തിൽ അതൊരു വലിയ ക്യാൻവാസിൽ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ലാൽ പറഞ്ഞത്. ആ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയമായ വിയോജിപ്പുകളൊന്നും ആ കാര്യത്തിലില്ല. ഇത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ്. അത് മാത്രമേ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഞാനല്ലാതെ ഇപ്പോൾ ഇവിടെ ഞാനതിൽ വേറൊന്നുമല്ല, ജമീഷ വേറൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞാനോ അല്ലെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞാനോ ഒന്നും ഞാൻ മറുപടി പറയാനായി ഞാൻ ആളല്ല. ആ മറുപടിയൊക്കെ അത് അവർ രണ്ടുപേരും പാർട്ടി നേതാക്കളും അത്തരത്തിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുമാണ്. എം വി ഗോവിന്ദൻ അതിന് മറുപടി പറയുന്നെങ്കിൽ രാഷ്ട്രീയമായ മറുപടി പറയട്ടെ. അത് ഭരണപരമായ മറുപടി മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്.